സ്വാമിയെ ശരണമയ്യപ്പ. ഇന്ന് നമുക്ക് പത്തനംതിട്ട ജില്ലയിലെ പുത്തൻ ശബരിമല ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ നമുക്ക് കാണാം. പുലിപ്പാൽ തേടിയിറങ്ങിയ മണികണ്ഠൻ കൊടുംകാടിലെത്തുകയും അന്നേ ദിവസം ഏറെ വൈകിയതുകൊണ്ട് അവിടെയുള്ള ഋഷിമാരുടെ പർണശാലയിൽ താമസിക്കുകയും അന്നേരത്ത് പിതാവായ പരമശിവൻ മണികണ്ഠന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് പുലിപ്പാൽ ലഭിക്കുവാനുള്ള ഉപദേശം നൽകിയെന്നുമാണ് പുരാണം. പിതാവിൻ്റെ ഉപദേശം സ്വീകരിച്ച മണികണ്ഠൻ അവിടെ നിന്നും ഉദ്ദിഷ്ടകാര്യ നിറവിൽ കൊട്ടാരത്തിലേക്ക് മടങ്ങി. അന്ന് മണികണ്ഠൻ പുലിപ്പാൽ അന്വേഷിച്ചെത്തുകയും പരമശിവൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്ത ആ വനപ്രദേശം പിന്നീട് പുത്തൻ ശബരിമല എന്നറിയപ്പെടാൻ തുടങ്ങി. ശബരിമലയിലെ എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും അതേപടി തന്നെ പിന്തുടരുന്ന, എന്നാൽ ഏതു പ്രായത്തിലുമുള്ള സ്ത്രീകൾക്കും പ്രവേശനം അനുവദിച്ചിട്ടുള്ള പുത്തൻ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രത്തെക്കുറിച്ച് നമുക്ക് കൂടുതലായി അറിയാം. ക്ഷേത്രത്തിൻ്റെ രൂപത്തിലും പ്രതിഷ്ഠകളിലും ആചാരങ്ങളിലും യഥാർത്ഥ ശബരിമല ക്ഷേത്രത്തോട് സാദൃശ്യം പുലർത്തുന്ന പുത്തൻ ശബരിമല ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ അയിരൂർ പഞ്ചായത്തിലെ തടിയൂർ എന്ന ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം. 41 ദിവസം വ്രതമെടുത്ത് ഇരുമുടിക്കെട്ടുമേന്തി 18-ാം പടി കയറി ചെല്ലുമ്പോൾ പുത്തൻ ശബരിമലയിലെ അയ്യൻ്റെ ദർശനം ലഭിക്കും. യഥാർത്ഥ ശബരിമലയിലെ പോലെ തന്നെ ആണ് ഈ ക്ഷേത്രത്തിലെ എല്ലാ പ്രതിഷ്ഠകളും നടത്തിയിരിക്കുന്നത്. കൂടാതെ 18 പടികളും അതേ അളവിലും വീതിയിലും തന്നെ നിർമ്മിച്ചിരിക്കുന്നു. മാളികപ്പുറത്തമ്മയും വാവരിസ്വാമിയും കറുപ്പായിയമ്മയും വലിയ കടുത്തസ്വാമിയും യക്ഷിയും നാഗങ്ങളും ഗണപതിയും പുത്തൻ ശബരിമലയിലും ചൈതന്യം ചുരിഞ്ഞ് അനുഗ്രഹാശിസ്സുകളോടുകൂടി കുടികൊള്ളുന്നു. കന്നിരാശിയിൽ ഗണപതിയും കുംഭരാശിയിൽ മാളികപ്പുറത്തമ്മയും പോലെ എല്ലാ പ്രതിഷ്ഠകളും യഥാർത്ഥ ശബരിമലയിലെ പോലെ തന്നെ ഇവിടെയുണ്ട്. കൃഷ്ണശില കൊണ്ട് നിർമ്മിച്ച 18 പടികൾ ഈ ക്ഷേത്രത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ആനയുടെയും പുലിയുടെയും കല്ലിൽ കൊത്തിയ രൂപങ്ങളും പടികളിൽ ഏറ്റവും താഴെയായി കാണാൻ കഴിയും. പുലിപ്പാൽ അന്വേഷിച്ചെത്തിയ മണികണ്ഠൻ്റെ മഹത്വം മനസ്സിലാക്കിയ സന്യാസിമാർ അദ്ദേഹത്തിൻ്റെ പാദുകങ്ങൾ പ്രതിഷ്ഠിച്ചാണ് ഇവിടെ ആദ്യം ആരാധന തുടങ്ങിയതെന്നാണ് വിശ്വാസം. പിന്നീട് ക്ഷേത്രം നിർമ്മിക്കുകയും ആരാധന തുടർന്നു പോരുകയുമായിരുന്നു. ഇടക്കാലത്ത് ഈ ക്ഷേത്രം അഗ്നിക്കിരയായെങ്കിലും പുതുക്കിപ്പണിത് പുനഃപ്രതിഷ്ഠ നടത്തി. അധികമാരും പിന്നീട് ഈ ക്ഷേത്രത്തിലേക്ക് എത്താതിരുന്നതോടെ കാലക്രമേണ നാശോന്മുഖമായി. പിന്നീട് 1940കളിലാണ് ക്ഷേത്ര നവീകരണം നടന്നത്. കാട് പിടിച്ചു കിടന്ന ക്ഷേത്രവും പരിസരവും വെട്ടിത്തെളിച്ചെടുക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. 1999 ഇവിടുത്തെ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നത്. 41 ദിവസത്തെ കഠിന വ്രതം നോക്കാൻ കഴിയാത്തവർക്കും ഋതുമതികളായ സ്ത്രീകൾക്കും ഈ ക്ഷേത്രത്തിൽ പ്രവേശനമുണ്ട്. 18-ാം പടി ചവിട്ടാതെ ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയിലൂടെയാണ് ഇവർ പ്രവേശിക്കേണ്ടതും അയ്യപ്പസ്വാമിയെ തൊഴേണ്ടതും. യഥാർത്ഥ ശബരിമലയിലേതുപോലെ മകരവിളക്ക് തന്നെയാണ് ഇവിടെയും പ്രധാന ഉത്സവം. ജനുവരി 4 മുതൽ 14 വരെയാണ് ഈ ആഘോഷങ്ങൾ നീണ്ടു നിൽക്കുന്നത്. അപ്പവും അരവണയുമാണ് ഇവിടെ പ്രസാദവും. നെയ്യഭിഷേകം തന്നെയാണ് പ്രധാന വഴിപാട്. തിരുവല്ലയിൽ നിന്ന് 21 കിലോമീറ്ററും റാന്നിയിൽ നിന്ന് 10 കിലോമീറ്ററും സഞ്ചരിച്ചാൽ അയ്യപ്പസ്വാമിയുടെ ചൈതന്യം കുടികൊള്ളുന്ന ഈ പുത്തൻ ശബരിമല ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. സ്വാമിയെ ശരണമയ്യപ്പ.